أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله السلام عليكم ورحمة الله وبركاته. എൻ്റെ പ്രിയപ്പെട്ട ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് ചിൽഡ്രൻ, എൻ്റെ കൂടെ ഈ സൂറത്തുൽ മുൽക്ക് കാണാപ്പാഠം പഠിക്കുന്നത് മനസ്സിലാക്കിയ കാര്യങ്ങൾ, എന്താ പറയുക, സൂറത്തുൽ മുൽക്കിലെ ആയത്തുകളെ മനസ്സിലാക്കിക്കൊണ്ടും ആശയം ഉൾക്കൊണ്ടുകൊണ്ടും കാണാപ്പാഠം പഠിച്ചുകൊണ്ടും എൻ്റെ കൂടെ കഴിഞ്ഞ 3 ആഴ്ച കൂടെ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇത് ഒരു സ്വാലിയായ അമലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഈ സൂറത്തിനെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും ആഖിറത്തിലും ഒരു പ്രൊട്ടക്റ്റിംഗ് ഷീൽഡായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആക്കി തീർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്നത്തെ ആയത്ത് തുടങ്ങുന്ന ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അമ്മൻ ആദല്ലദി യർസുഖുകും മിൻ അംസക റിസ്ഖഹ് ബൽ ലജ്ജു ഫീ ഉതൂവിൻ വനുഫൂർ എന്നുള്ള ചെറിയൊരായത്ത്. അപ്പോൾ അമ്മൻ ആന്നല്ലെങ്കിൽ ക്വസ്റ്റ്യനിങ് പാർട്ടിക്കിളാണ്, മന്നല്ലെങ്കിൽ ആര്, ആദാന്നല്ലെങ്കിൽ ഇസ്മുൽ ഇഷാറ ദിസ് എന്ന് പറയുന്നത്, പിന്നെ അല്ലദി എന്ന് പറയുന്നത് ഇസ്മ മൗസൂൽ, പിന്നെ വരുന്നത് യർസുഖുക്കും, ഇത് ഫീൽ മുവാരിയാണ്. അപ്പോൾ യർസുഖു പിന്നെ കും ഇതിൻ്റെ കോമ്പിനേഷനാണ്, ഇദാഫാണത്, മുദാഫ് മുദാഫിലെ. അപ്പം അവൻ റിസ്ക് തരുന്നത് നിങ്ങൾക്ക് അവൻ റിസ്ക് തരുന്നത്, ആ രീതിയിൽ ഇതിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇവിടുത്തെ എന്ന് പറയുന്ന അർഫ് ഷർത്താണ്, അംസക എന്ന് പറയുന്നത് ഫിഹിൽ മാദിയാണ്. അപ്പോൾ ഇതിലൊരു ഫീൽ മുബാരിയുണ്ട്, ഫീൽ മാദിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഈ ആയത്തിനെ നോക്കാൻ. അതിൽ അങ്ങനെയാണ് നമ്മൾ പതുക്കെ നമ്മളുടെ ഗ്രാമറിൻ്റെ ആ ഒരു ഡെപ്ത് കൂട്ടി വരേണ്ടത് കേട്ടോ. അംസക എന്ന് പറഞ്ഞാൽ ഫീൽ മാദിയാണ്. ഇവിടുത്തെ അംസക കണ്ടിട്ട് നമ്മൾ ഈ സെക്കൻഡ് പേഴ്സണിന് സിംഗുലർ പ്രോനൗൺ ദമീർ മുത്തസിൽ എന്ന് വിചാരിച്ച് പോകരുത്, ചിലപ്പോൾ കൺഫ്യൂഷൻ ആയേക്കാം. പക്ഷേ ഈ അംസക്ക എന്ന് പറയുന്നത് ഫീൽ മാദിയാണ്, സെപ്പറേറ്റ് വേർഡാണ്. അംസക്ക യുംസാക്ക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അംസക്ക എന്നല്ലെങ്കിൽ അവൻ പിടിച്ചു വെച്ചു എന്നുള്ളതാണ് തേർഡ് പേഴ്സൺ സിംഗുലർ പ്രോനൗൺ ആയിട്ടുള്ള അംസക്ക, അവൻ ചെയ്തു. അംസക്കു എന്ന് പറയും പോലെ. പിന്നെ റിസ്ഖഹു ഒരു ഇദാഫാണത്, റിസ്ഖും പിന്നെ ഹു അറ്റാച്ച്ഡ് പ്രോനൗൺ ദമീർ മുത്തസിലും കൂടിയിട്ടുള്ളത്, അവൻ്റെ റിസ്ക്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അവൻ നിങ്ങൾക്ക് റിസ്ക് തരുന്നത്, അവൻ്റെ ആ റിസ്കിനെ പിടിച്ച് വെച്ചാൽ, ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, ബൽ ലജ്ജു ഫി ഉതൂവിൻ വനുഫൂർ, എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്നിട്ട് അവർ ബൽ എന്നല്ലെങ്കിൽ റാദർ എന്നാണ് അതിൻ്റെ അർത്ഥം. ബൽ ഇംഗ്ലീഷിൽ പറയുന്ന രാധ ലജ്ജു, അവർ പെർസിസ്റ്റ് ചെയ്യുകയാണ്. പെർസിസ്റ്റിങ്, ലജ്ജു എന്ന് പറഞ്ഞെങ്കിൽ ദി ആർ പെർസിസ്റ്റിങ്. എന്തില്? ഫീ എന്നല്ലെങ്കിൽ ഇൻ അർഫാണത്. ഒത്തൂവിൻ വനുഫൂർ, 2 ഡിസ്ക്രിപ്ഷനാണ് ഇതിലുള്ളത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഒത്തൂവിൻ എന്നല്ലെങ്കിൽ അഹങ്കാരം, നുഫൂർ എന്നല്ലെങ്കിൽ ഒരു എന്താ പറയുക എവേഷൻ, വെറുപ്പും അഹങ്കാരവും കൊണ്ട് അവർ മുഴുകി അങ്ങോട്ട് ഇരിക്കുകയാണ്. അതിൽ തന്നെ പെർസിസ്റ്റ് ചെയ്യാണ്. സത്യനിഷേധികളെയും കുറ്റവാളികളെയും അള്ളാഹുവിന് പങ്കു ചേർക്കുന്നവരെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾക്ക് റിസ്ക് തരുന്നവൻ, ആ റിസ്ക് എങ്ങാനും പിടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് റിസ്ക് എത്തിച്ചു തരുന്നവൻ ആരാണ്? തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വരുന്ന എല്ലാം നമുക്ക് കിട്ടുന്ന എല്ലാം റിസ്ക്കാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഴ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഴ പെയ്യിപ്പിക്കുന്നതെങ്ങാനും ഒന്ന് പിടിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നിർത്തി വെച്ചാൽ എന്തായിട്ട് തീരും അവസ്ഥ? ജസ്റ്റ് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് ചുറ്റുമുള്ള ആയാത്തുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ചിന്തിക്കുന്നവർക്ക് മാത്രം, ചിന്തിക്കുന്നവർക്ക് അത് മനസ്സ് തുറന്ന് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കാര്യങ്ങളെ സമീപിക്കുന്നവന് അള്ളാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചുറ്റും, നമ്മുടെ എല്ലാ കാര്യത്തിലും, ഇൻക്ലൂഡിങ് നമുക്കുള്ള റിസ്ക്കിലും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്യുന്നവരുടെ, നിങ്ങളുടെ റിസ്ക് എങ്ങാനും പിടിച്ചു വെക്കപ്പെട്ടാൽ നിങ്ങൾ എന്തായിത്തീരും. അപ്പോൾ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു ബൽ രാദ ലജ്ജു ഫീ ഉതൂവിൻ, ഇവർ അഹങ്കാരത്തിലും വെറുപ്പിലും ഇങ്ങനെ മുഴുകി അങ്ങോട്ട് ഇരിക്കുകയാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം എന്താ പറയുക ളുലുമാത്തുകൾ, അന്ധകാരത്തിൽ പെട്ടുപോകുന്നതിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലനെ തിരിച്ചറിയാനും അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ, അള്ളാഹുവിൻ്റെ റിസ്ക്കും അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷനും. ഇപ്പോൾ ഈ തൊട്ട് മുമ്പത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ ആരെ കൊണ്ടുവന്നിട്ടാണ് എനിക്കെതിരെ, റഹ്മാനെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യാൻ വരുന്നത്, ഇത് ചെയ്യാൻ വരുന്നത്? കാരണം അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടും വിഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടും ആ വിഗ്രഹങ്ങളെ ദൈവങ്ങളെ വിളിച്ചുകൊണ്ടും അവർ നിങ്ങൾക്ക് ഇങ്ങനെ സഹായത്തിനുണ്ടാവും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്, എനിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഈ കാഫിരീങ്ങൾ എന്ന് പറയുന്നത് അവർ ഒരു ഗുറൂറിലാണ്, ഒരു ഡിലൂഷനിലല്ലാതെ വേറെ ഒന്നുമല്ല അവരുള്ളത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വളരെ ശക്തമായ ഇതുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ മുൽക്ക് നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവണമെന്ന് പറയുന്നത്. കാരണം
നമ്മളെ അഖീദ അല്ലെങ്കിൽ നമ്മുടെ ഈമാൻ ഇതൊക്കെ ഉറപ്പിക്കാനും എല്ലാ ദിവസവും പുതുക്കാനും ഉള്ള ഒരു ഇതാണ് നമ്മൾ സൂറത്തുൽ മുൽക്ക് ഓതുന്നതോടും കൂടി ഈ ആയത്തുകളും ഈ ഇതിൻ്റെ അർത്ഥങ്ങളും നമ്മൾ എല്ലാ ദിവസവും ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. ആ രീതിയിലാണ് സൂറത്തുൽ മുൽക്ക് നമ്മളുടെ ഒരു ഇതാവുന്നത്. ഈ ദുനിയാവുൽ ആഖിറത്തിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ആവുന്നത് അതാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് നൽകട്ടെ. സൂറത്തുൽ മുൽക്കിൻ്റെ ആഴത്തിൽ ഇറങ്ങാനും അതിൻ്റെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനുള്ള തൗഫീക്ക് നമുക്കും നമ്മളെ മക്കൾക്കും നമ്മളെ ഇനി വരുന്ന എല്ലാ തലമുറകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കട്ടെ. അതിനുള്ള തൗഫീക്ക് അവർക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് നൽകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.